भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ അനസ്യൂതം ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 750ാമത്തെ ദിവസം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായം, അതിൽ 5ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. നിമിനവയോഗി സംവാദം, അതാണ് നാരദ മഹർഷി വസുദേവർക്ക് ഭാഗവത ധർമ്മങ്ങളായി പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നവയോഗികളിൽ 2 പേരുടെ ഉപദേശങ്ങൾ നമ്മൾ കേട്ടു. കവി, ഹരി എന്നീ 2 പേരുടെ. അന്തരീക്ഷൻ എന്ന ആ നവയോഗികളിൽ 3ാമത്തെ ആളാണ് മായയുടെ സ്വരൂപത്തെക്കുറിച്ചും മായയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും പറയാനായിട്ട് ആരംഭിച്ചത്. അവിടെ പറഞ്ഞു, ഈ പഞ്ചഭൂതാത്മകം ആയിരിക്കുന്ന ഈ പ്രപഞ്ചം, അതിൽ ദേവമനുഷ്യാദി ശരീരങ്ങളിൽ ജീവരൂപേണ വസിക്കുന്ന ഭഗവാൻ അന്ധക്കരണാഭിമാനി എന്ന നിലയിൽ 1ആയിട്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ എന്ന നിലയിൽ 10ആയിട്ടും തന്നെ തന്നെ വിഭാഗിച്ച് ഓരോന്നിലും പ്രതിഫലിച്ച് ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഇത് ജീവസ്വഭാവമാണ്, ഭഗവാന്റെ സ്വഭാവമല്ല എന്ന് പറയുന്നു. ജീവൻ ബ്രഹ്മാഭിന്നനാണ്. ആ സത്യവിസ്മൃതിയുടെ നാശമാണ് മോക്ഷം എന്ന് സൂചിപ്പിക്കുന്നു. ലോകം മായാമയമാണ്. ഗുണൈർഗുണാൻസ ഭുഞ്ചാന ആത്മപ്രദ്യോതിതൈ പ്രഭു മന്യമാന ഇതം സൃഷ്ടം ആത്മാനമിഹ സജ്ജത്തെ എന്ന് അടുത്ത ശ്ലോകത്തിൽ, 5ാമത്തെ ശ്ലോകത്തിൽ, സാ പ്രഭു, ആ പ്രഭു ആത്മപ്രദ്യോതിതൈ അന്തര്യാമിയായിരിക്കുന്ന ആത്മാവിനാൽ പ്രകാശിക്കപ്പെട്ട ഗുണൈഹി ഗുണകാര്യങ്ങളായ ഇന്ദ്രിയങ്ങളാൽ ഗുണാൻ വിഷയങ്ങളെ ഭുഞ്ചാനഹ അനുഭവിക്കുന്നതായിട്ട് ഇതം സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരത്തെ ആത്മാനം മന്യമാന ഈ ഇഹ
ആത്മാവാണ് എന്ന് വിചാരിക്കുന്നവനായിട്ട് ശരീരാദികളിൽ ആസക്തിയുള്ളവനായിട്ട് മാറുന്നു എന്ന് പറയുന്നു. ഏകചൈതന്യമാണ് ഈശ്വരനും ജീവനുമെങ്കിൽ എന്തുകൊണ്ടാണ് ജീവന് ഈ ശരീരത്തെ ഇങ്ങനെ ആത്മവിസ്മൃതിയിലേക്ക് പോകേണ്ടി വരുന്നത് എന്നാണെങ്കിൽ പറഞ്ഞു, ശരീരത്തിൽ അന്തര്യാമയായി പ്രവേശിച്ച ഭഗവാൻ അന്ധക്കരണ പ്രതിഫലനം കൊണ്ട് ദേഹത്തിൽ എപ്പോഴാണോ അഭിമാനിയായിട്ട് തീരുന്നത് അപ്പോ അതിന് ജീവൻ എന്ന് പറയുന്നു. അന്തര്യാമിയായ ആ ജീവാത്മാവിന്റെ സന്നിധാന വിശേഷം കൊണ്ട് നേത്രം, ശ്രോത്രം, ത്വക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് രൂപാദി വിഷയങ്ങളെ സ്വീകരിക്കാൻ സാമർഥ്യമുണ്ടാവുന്നു. അങ്ങനെ വരുമ്പോ അത് സുഖമാണ്, അത് ദുഃഖമാണ് എന്നുള്ള ചിന്ത ഉണ്ടാവുന്നു. ജ്ഞാനം ഈശ്വര സ്വരൂപമാണ്, ഭേദഭാവന അന്ധകരണത്തിന്റെ ധർമ്മമാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ വഴി കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടും ത്വക്കുകൊണ്ട് സ്പർശിച്ചും ഒക്കെ ഈ വിഷയങ്ങളെ അനുഭവിക്കുന്ന ജീവൻ ഈ ശരീരമാണ്, ഈ വിഷയങ്ങളെ അനുഭവിക്കുന്ന ശരീരമാണ് താൻ എന്ന് തെറ്റായി വിചാരിക്കുന്നു. അങ്ങനെ ഈ ശരീരത്തിൽ അത്യാസക്തനായിട്ട് തീരുന്നു. ഇന്ദ്രിയാദികളെയും ദേഹത്തെയും ഒക്കെ ആത്മാവാണ് എന്ന് തോന്നാൻ എന്താണ് കാരണം എന്നാണെങ്കിൽ ആത്മാവിന്റെ സ്വപ്രകാശത്വം, ജ്ഞാനം, ആനന്ദം എന്നിവ ഇന്ദ്രിയങ്ങളിൽ ആത്മസംബന്ധം കൊണ്ട് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ തോന്നുന്നതാണ്. ജഡങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അനുഭവിക്കാൻ ഒരിക്കലും സാധിക്കില്ല. മരിച്ചുപോയ ഒരാളുടെ കണ്ണ് അയാളുടെ ദേഹത്തുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുമോ? സാധിക്കില്ല. അതിൽ ഈശ്വര ചൈതന്യം ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ കണ്ണിന് കാണാൻ സാധിക്കുന്ന ആ ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉപഹിതമായ ജീവചൈതന്യം ഉപാധിയെ തന്നെ സ്വരൂപമായിട്ട് വിചാരിക്കണം. ഇങ്ങനെയാണ് സത്യവിസ്മൃതി ഉണ്ടാവുന്നത്. ഈ ഓർമ്മക്കേട് ആസക്തി കൊണ്ടാണ്, ദേഹത്തിലുണ്ടാകുന്ന ആസക്തി കൊണ്ടാണ്. എപ്പോഴാണോ ആസക്തി നശിക്കുന്നത് അപ്പോഴേ ഈ സത്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. തന്നാൽ പ്രകാശിക്കപ്പെടുന്ന വസ്തുക്കളെ താനെന്ന് അഭിമാനിക്കുന്നത് അവിവേകമാണ്. ആ അവിവേകം മായയുടെ അവിദ്യാശക്തിയാണ്, അല്ലെങ്കിൽ ആവരണ ശക്തിയാണ്. ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ച് മായാസ്വരൂപത്തെ അറിയണം. കാര്യം കൊണ്ട് കാരണത്തെ അറിയുക എന്ന ആ രീതിയാണ് ഇവിടെ അവലംബിക്കുന്നതെന്ന് ചുരുക്കം. കർമാണി കർമ്മഭി കുർവൻ സനിമിത്താനി ദേഹഭൽ തത്തൽ കർമ്മഫലം ഗൃഹൻ ഭ്രമതീഹ സുഖേതരം. കർമ്മഭി സനിമിത്താനി, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് വാസനാസഹിതമായ കർമാണി കുർവൻ, കർമ്മങ്ങളെ ചെയ്യുന്നവനും, സുഖേതരം, സുഖ ദുഃഖാത്മകമായ തത്തത് കർമ്മഫലം, മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നവനുമായിട്ട് ഗൃഹൻ ദേഹഭൃത് ഇഹ ഭ്രമതി, ജീവൻ ഈ സംസാരത്തിൽ ഭ്രമിക്കുന്നു എന്നാണ്. ഇങ്ങനെ വിഷയങ്ങളെ അനുഭവിക്കുന്നതായാലും അനുഭവം അവസാനിക്കുമ്പോൾ ജീവഭാവം നശിച്ച് മുക്തി നേടേണ്ട ഒരവസ്ഥ ജീവൻ ഉണ്ടാവേണ്ടതല്ലേ എന്നാണെങ്കിൽ സംസാര ദുഃഖങ്ങൾക്ക് അധികകാലം നിലനിൽപ്പില്ല. മുക്തിയും അചിരേണ നശിക്കും. അതിനായുള്ള യത്നം ആവശ്യമില്ല എന്നാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നു. ജീവഭാവം അവസാനിച്ചാൽ മുക്തിയായി. പക്ഷേ അത് അവസാനിക്കാതിരിക്കാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണു. നമ്മൾ കാരണം നശിച്ചാലല്ലാതെ കാര്യം നശിക്കില്ല. ഈ ദേഹം സിദ്ധിച്ചത് ചില സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാനുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ഇത്തരം കർമ്മങ്ങളെയാണ് പ്രാരബ്ധം എന്ന് പറയുക. ബീജത്തിൽ നിന്ന് ആ ചെടി ഉണ്ടാകുന്നത് പോലെ പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്ന് സുഖവും ദുഃഖവും ഉണ്ടാവും. അവയെ അനുഭവിക്കുക മാത്രമല്ല ഇപ്പൊ ചെയ്യണത്, ഓരോ കർമ്മങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? സുഖ നിവൃത്തിക്കും സുഖ പ്രാപ്തിക്കും ദുഃഖ നിവൃത്തിക്കുമായിട്ട്. അങ്ങനെ ദേഹം നശിക്കുന്നതിന് മുമ്പ്
ഈ വിധ സുഖ ദുഃഖങ്ങളെ അനുഭവിക്കാൻ പാകത്തിന് വാസനകളെ സമ്പാദിക്കണം. അപ്പോ ഈ ദേഹം നശിച്ചാലും വാസനകൾ നശിക്കുന്നില്ല. അതുകൊണ്ട് ശരീരം നശിച്ചാൽ സംസാര ദുഃഖം തീരും എന്ന് വിചാരിക്കണ്ട. ശരീരം എടുക്കാൻ കാരണമായിട്ടുള്ള വാസന അപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഉൽപ്പത്തിനാശങ്ങൾക്ക് അധീനമായ ശരീരത്തിൽ ഉൽപ്പത്തിനാശങ്ങളില്ലാത്ത ആ ചൈതന്യം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനെയാണ് സംസാര ശബ്ദം കൊണ്ട് വ്യവഹരിക്കുന്നത്. എന്താണ് സംസാരം എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ബന്ധം എന്ന് പറയുന്നത്. കർമ്മവാസനാ സംയുക്തമായ പരിച്ഛിന്ന ചൈതന്യം ജീവൻ, വാസനയാകുന്ന ശരീരം ഭക്തിജ്ഞാന വൈരാഗ്യം കൊണ്ട് ഭസ്മമായാൽ ഉപാധിയാകുന്ന ബന്ധം നശിക്കും. അപ്പൊ ജീവന്റെ കർമ്മബന്ധവും നശിക്കും. ഇങ്ങനെ സാധിക്കുന്നത് മായയുടെ മറ്റൊരു സ്വരൂപമായ വിദ്യാശക്തിയാണ് എന്ന് മനസ്സിലാക്കണം. അവിദ്യയെയും വിദ്യയെയും പ്രത്യേകമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഇത്തം കർമ്മഗതിർഗച്ഛൻ ബഹുഭദ്രവഹാ പുമാൻ ആഭൂത സംപ്ലവാത്സർഗ പ്രളയാവശ്നുതേവശ. ബഹുഭദ്രവഹ, അനേക ദുഃഖങ്ങളെ ഉണ്ടാക്കുന്ന കർമ്മഗതികളെ അനുഭവിക്കുന്ന ജീവൻ അവശനായി ആഭൂത സംപ്ലവങ്ങൾ, പ്രളയം വരെ, സർഗ പ്രളയവും, സർഗം ജനനം, പ്രളയം മരണം, ജനന മരണങ്ങളെ യുദ്ധം അശ്നുതേ ഇങ്ങനെ അനുഭവിക്കുന്നു. അന്തരീക്ഷൻ അവിടെ പറഞ്ഞു കൊടുക്കണു നിമി മഹാരാജാവിന്. ഇങ്ങനെ പുണ്യപാപ കർമ്മങ്ങൾ കൊണ്ട്, പുണ്യം കൊണ്ട് സുഖവും പാപം കൊണ്ട് ദുഃഖവും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദേവനായും മനുഷ്യനായും ഒക്കെ ജനിക്കേണ്ടി വരുന്നത്. അങ്ങനെ സന്തോഷ സന്താപാദികൾക്ക് കീഴടങ്ങി ജീവിക്കുക, അല്പകാലം വരെ ഇതേപോലെ പുനരപി ജനനം പുനരപി മരണം എന്ന രീതിയിൽ ജീവിക്കേണ്ടി വരും. ഇതാണ് അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ സംസാര ദുഃഖം എന്നൊക്കെ പറയണത്. നോക്കൂ, ഇവിടെ ഈ അവസ്ഥകളിൽ നിന്ന് നമ്മൾ വളരെ വേഗം വേറിട്ട് നിൽക്കണം. അതിനുള്ള ശ്രദ്ധയുണ്ടാവണം. അതുകൊണ്ട് കെട്ടിൽ നിന്ന് വിട്ടുപോവാൻ യത്നം വേണം. ഈ ബന്ധനത്തിൽ നിന്ന് മോചനമുണ്ടാവാൻ ഭക്തബന്ധുവായ ഭഗവാനെ ആശ്രയിക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ജീവന്റെ സർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉൽപ്പത്തി മാർഗത്തെ അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ധാതൂപപ്ലവ ആസന്നേ വ്യക്തം ദ്രവ്യഗുണാത്മകം അനാദിനിധന കാലോഹ്യവ്യക്തായ അപകരിഷതി. ധാതുപപ്ലവേ, മഹാഭൂതങ്ങളുടെ നാശത്തിനുള്ള കാരണം ആസന്നേ സതി, സമീപിച്ചിരിക്കുമ്പോ, ദ്രവ്യഗുണാത്മകം, സ്ഥൂലമായും സൂക്ഷ്മമായും കാണപ്പെടുന്നത്, വ്യക്തം കാര്യത്തെ, അനാദിനിധന ആദിയും അവസാനവുമില്ലാത്ത കാലം അവ്യക്തമായതിലേക്ക് ആകർഷിക്കുന്നു. ഉറപ്പാണ്. സൃഷ്ടിസ്വരൂപത്തെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇനി പ്രളയസ്വരൂപത്തെ വിവരിക്കുന്നു. ഉണ്ടായത് മുഴുവൻ നശിക്കും. ഇത് പ്രകൃതി നിയമമാണ്. ഉണ്ടാകുന്നത് നശിക്കും. നശിക്കാത്തതായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. മഹാഭൂതങ്ങൾ ഉണ്ടായതായത് കുറെ കാലം കഴിയുമ്പോൾ അവയും നശിക്കും. നാശം എന്നല്ല ഇവിടെ പ്രലയം അല്ലെങ്കിൽ ലയം എന്ന് പറയുന്നു. എന്നാൽ ഒരു സാധനവും തീരെ ഇല്ലാതെയാകുന്നില്ല. കാര്യരൂപേണ ഇരിക്കുന്ന നിലവിട്ട് കാരണാവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മൺകുടം പൊട്ടിക്കഴിഞ്ഞാലും അത് മണ്ണായി തന്നെ അവശേഷിക്കുന്നു എന്നുള്ളത് പോലെ കുടം നശിച്ചു എന്ന് പറഞ്ഞാലും സത്യത്തിൽ കുടം മണ്ണ് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അത് നശിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. മണ്ണിന് നാശം സംഭവിച്ചിട്ടില്ല. അതിന്റെ ആകൃതിക്കും സ്വരൂപത്തിനും മാത്രം മാറ്റം വന്നു. കുടമായിരിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. വെള്ളം കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ സാധനങ്ങൾ ഇട്ടുവെക്കാൻ സാധിക്കും. പക്ഷെ അത് മണ്ണായി കഴിഞ്ഞത് സാധിക്കില്ല. ഇതേപോലെ രൂപത്തെയും നാമത്തെയും ഉപേക്ഷിച്ച് കാരണമായ മണ്ണായി തീർന്നപ്പോ നമ്മൾ എന്ത് പറയുന്നു? കുടം നശിച്ചു എന്ന് പറയുന്നു. ഇത് സാധാരണ ലോക വ്യവഹാരമാണ്. ഈ നാമരൂപങ്ങളെ ഉപേക്ഷിച്ച് കാരണാവസ്ഥയിലേക്ക് എത്തുക, ഇതിനൊക്കെ
കാരണം എന്താണ്? ആ കാലസ്വരൂപയുടെ വിളയാട്ടം മാത്രമാണ്. കാലത്തിന് ആദിയും അവസാനവുമില്ല. ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം, ഇങ്ങനെ പഞ്ച സ്ഥൂലഭൂതങ്ങൾക്ക് ദ്രവ്യം എന്ന് പറയുന്നു. ഗന്ധാതിരൂപേണ അനുഭവഗോചരമായത് അത് സൂക്ഷ്മഭൂതങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം. സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഭൂതങ്ങളുടെ സമ്മേളനം കൊണ്ടുണ്ടാകുന്ന ഈ ലോകം എല്ലാവർക്കും കാണാം എന്നുള്ളത് കൊണ്ട് വ്യക്തമാണ്. ഈ വ്യക്തമായ ലോകത്തിനും കാരണമായിരിക്കുന്ന പ്രകൃതിയെ നമുക്കറിയാൻ സാധിക്കണില്ല. വളരെ സൂക്ഷ്മമായിരിക്കുന്നത് കൊണ്ട് ഇത് വളരെ ബുദ്ധിയുള്ള ആളുകളുടെ പ്രവർത്തനത്തിൽ, അവരുടെ ചിന്തയിൽ മാത്രമാണ് ഇത് വിഷയമായി വരുന്നത്. അതുകൊണ്ട് അതിനെ അവ്യക്തം എന്ന് പറയുന്നു. വ്യക്തമായ ലോകം അവ്യക്തത്തിൽ നിന്ന് ഉണ്ടായതാണ്. ആ ലോകം വീണ്ടും അവ്യക്തത്തിൽ തന്നെ ലയിക്കുന്നു. ഈ ലയത്തെ നാശം അല്ലെങ്കിൽ ലയം എന്ന് പറയുന്നു. ആദിയും അവസാനവുമില്ലാത്ത കാലം വ്യക്തമായിരിക്കുന്ന ലോകത്തെ അവ്യക്തത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. മഹാഭൂതങ്ങൾക്ക് നശിക്കാനുള്ള കാലം വരുമ്പോ ഈ ലയത്തിനുള്ള സമയമായി എന്നാണ്. ദേഹാദികളും ഇതേപോലെ തന്നെ കാലാനുസരണം നശിക്കുന്നവയാണ്, അല്ലേ? നശിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ ദേഹാദികളെ വൃഷ്ടികളെന്നും ലോകത്തെ സമഷ്ടി എന്നും പറയുന്നു. വൃഷ്ടി അല്പകാലം നിലനിൽക്കുന്നതാണ്, സമഷ്ടി അധികകാലം നിലനിൽക്കുന്നതാണ്. എന്നാൽ വൃഷ്ടിക്കും സമഷ്ടിക്കും നാശമുണ്ട് എന്നുള്ളത് ഉറപ്പ്. അതുകൊണ്ടാണ് സ്വർഗാദി ലോകങ്ങൾ പോലും നശിക്കുന്നതാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗപ്രാപ്തിക്കല്ല പ്രാർത്ഥിക്കേണ്ടത്, ഭഗവത് പദപ്രാപ്തിക്കാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നു. ഇതര മതസ്ഥര് സ്വർഗം കിട്ടാനായിട്ട് മോഹിക്കുമ്പോ ഭാഗവതം അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം, സനാതന ധർമ്മം നമ്മളെ പഠിപ്പിക്കണു സ്വർഗത്തിന്റെ പിന്നാലെ പോവല്ല വേണ്ടത്. കാരണം സ്വർഗവും നശിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. ശതവരിഷാഹ്യനാവൃഷ്ടിർ ഭവിഷ്യത്യുൽബണാഭുവി തത്കാലോപചിതോഷ്ണാർക്കോ ലോകാം സ്ത്രീൻ പ്രതപിഷ്യതി. ഉൽബണ, ശതവരിഷ, അനാവൃഷ്ടി, അസഹ്യമായ 100 കൊല്ലം വരെ നീണ്ടു നിൽക്കുന്ന അനാവൃഷ്ടി, മഴയില്ലായ്മ ഭൂമിയിൽ ഉണ്ടാവും. കാലോപചിതോഷ്ണാർക്ക, ആ കാലത്തിൽ വർദ്ധിക്കപ്പെട്ട ഉഷ്ണത്തോടു കൂടിയ സൂര്യൻ ത്രീൻ ലോകാൻ പ്രതപിഷ്യതി, 3 ലോകങ്ങളെയും തപിപ്പിക്കും എന്നാണ്. പ്രതപിഷ്യതി, ഏറ്റവും തപിപ്പിക്കും. മഹാഭൂതങ്ങൾക്ക് നശിക്കാനുള്ള കാലം അടുക്കുമ്പോ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് കാണിക്കുകയാണ്. അനാവൃഷ്ടി ഉണ്ടാവും, മഴ പെയ്യാതിരിക്കും. എന്നാൽ എത്ര കാലം എന്നാ പറയണത്? ശതവരുഷ, 100 വർഷക്കാലം. അങ്ങനെ മിതമായ ശീതോഷ്ണസ്ഥിതി അനുസരിച്ച് ലോകം നിലനിൽക്കുമ്പോ ഇനി വലിയ തണുപ്പോ വലിയ ചൂടോ വന്നു കഴിഞ്ഞാൽ അവിടെ ജീവന് നിലനിൽപ്പില്ല എന്നിരിക്കെ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ആ അവസ്ഥ, അത് ശീതമാണെങ്കിലും ഉഷ്ണമാണെങ്കിലും, ഇവിടെ ആ രീതി അനുസരിച്ച് പറയുകയാണ് ലോകം നശിക്കാറാവുമ്പോ വളരെ കാലം മഴയില്ലാതെയാവും. അസഹ്യമായ അസഹനീയമായ ചൂട് അനുഭവപ്പെടും. അങ്ങനെ 3 ലോകവും ശരണമില്ലാതെ വല്ലാത്ത സങ്കടത്തിലേക്ക് എത്തിച്ചേരും. ഇതാണ് ഈ പ്രളയത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. എന്നിട്ടോ പാതാളതലമാരഭ്യ സംഘർഷണമുഖാനല ദഹന്നുധ്വശിഖോ വിശ്വവർദ്ധതേ വായുനേജിത. സംഘർഷണമുഖാനല, സംഘർഷണന്റെ ആദിശേഷന്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന അനല, അഗ്നി. ആ ഊർധ്വശിഖ, മുകളിലേക്ക് ജ്വാലയോടുകൂടിയ വായുന ഈരിത, വായുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ട് പാതാളതലം ആരഭ്യ, പാതാളത്തിൽ നിന്ന് ആരംഭിച്ച് വിശ്വ 4 ഭാഗത്തെയും ദഹിപ്പിച്ചുകൊണ്ട് വർദ്ധിക്കുന്ന. അപ്പൊ നോക്കൂ, സൂര്യകിരണങ്ങൾ കൊണ്ട് ഭൂലോകം മാത്രമല്ല പാതാളലോകവും ചൂടുപിടിക്കും എന്ന് പറഞ്ഞു. ത്രീൻ ലോകാൻ എന്ന് പറഞ്ഞു, 3 ലോകങ്ങളെയും പ്രതപിഷ്യതി എന്ന് പറഞ്ഞു.
അത് തന്നെയല്ല, ആദിശേഷന്റെ ആ പാതാളത്തിനും താഴെയുള്ള ആദിശേഷന്റെ മുഖത്തു നിന്ന് വിഷാഗ്നി ഉയർന്ന് പൊങ്ങും. അതിനെ കൂടുതൽ ആ വായു അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലേ, അഗ്നി പുറപ്പെടുമ്പോൾ വായു ഒപ്പം ചേരുക, വായുവിന്റെ സഹായം കൊണ്ട് ഈ വിഷാഗ്നി പാതാളം മുതലുള്ള സകല ഭാഗങ്ങളെയും തപിപ്പിച്ച് മേൽപോട്ട് ഉയർന്നു 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 വരും. ഇങ്ങനെ മേൽഭാഗത്ത് നിന്ന് കീഴ്പോട്ടേക്ക് സൂര്യകിരണങ്ങൾ, താഴെ നിന്ന് മേൽപോട്ട് ഈ അഗ്നിയുടെ ചൂട്, ഇത് രണ്ടും വന്ന് മേലും കീഴും ഒരേപോലെ ദഹിപ്പിക്കപ്പെടും. സാംവർത്തകോ മേഘഗണോ വർഷതി സ്മശതം സമാ ധാരാഭിർ ഹസ്തിഹസ്താഭിർലീയതേ സലിലേ വിരാട്. പിന്നെ സാംവർത്തക, പ്രളയകാലത്തിൽ കാണപ്പെടുന്ന മേഘത്തിനാണ് സാംവർത്തക എന്ന് പറയും. അങ്ങനെയുള്ള ആ മേഘസമൂഹം ശതം സഭ 100 വർഷക്കാലം ഹസ്തിഹസ്താഭി, ആനയുടെ തുമ്പിയോളം വണ്ണമുള്ള ധാരാഭി, ധാരകളാൽ വർഷതി. തന്നെയുമല്ല വിരാട്ട് സലിലേ ലീയത്തെ, വിരാട്ട് ആ കാരണജലത്തിൽ, ബ്രഹ്മാണ്ടം വെള്ളത്തിൽ ലയിക്കും എന്നും പറയുന്നു. 100 സംവത്സര കാലം സൂര്യോഷ്ണം കൊണ്ട് ലോകം ദഹിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രളയകാലത്ത് ഉണ്ടാകുന്ന മേഘം ഹസ്തിഹസ്താഭി, ഒരു ആനയുടെ തുമ്പിക്കൈ വണ്ണത്തിൽ താഴേക്ക് വർഷിക്കുന്നതാണ്. 100 കൊല്ലക്കാലം ഒരേപോലെ വർഷിക്കും. അപ്പോ ബ്രഹ്മാണ്ടം മുഴുവൻ വെള്ളത്തിൽ ലയിക്കും. തതോ വിരാജമുത്സൃജ്യ വൈരാജ പുരുഷോ നൃപ അവ്യക്തം വിശതേ സൂക്ഷ്മം നിരിന്ധന ഇവാനല. തഥാ വിരാജം ഉത്സൃജ്യ, വീണ്ടും അതിനുശേഷം വിരാട്ടിനെ ഉപേക്ഷിച്ച് വൈരാജ പുരുഷ, വിരാട് പുരുഷൻ ഹിരണ്യഗർഭൻ, അല്ലയോ രാജാവേ, നിരിന്ധനഹ, വിറക് കത്തിത്തീർന്ന അനല ഇവ, അഗ്നി പോലെ, സൂക്ഷ്മം അവ്യക്തം വിശത്തെ, സൂക്ഷ്മമായ അവ്യക്തത്തിലേക്ക് പ്രവേശിക്കും. ബ്രഹ്മാണ്ടാത്മകമായ ഉപാധി ജലത്തിൽ ലയിക്കും. സമഷ്ടി ജീവരൂപനായും ലോകസൃഷ്ടിയാകുന്ന അധികാരത്തോടും ഹിരണ്യഗർഭൻ എന്ന പേരോടൊരുങ്ങിയിരിക്കുന്ന ബ്രഹ്മാവ് അവ്യക്തത്തെ പ്രാപിക്കുന്നു. അപ്പൊ ബ്രഹ്മാവിനും നാശമുണ്ട്. ഓരോ അധികാരത്തെ നിർവഹിക്കാൻ നിശ്ചയിച്ചിരുന്ന ഓരോരുത്തർക്കും ആ അധികാരം നടത്തേണ്ട കാലം കഴിയുന്നത് വരെ അത്രയേ ഉള്ളൂ. ഇത് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് അല്ലേ. സമയമായി കഴിഞ്ഞാൽ മാറിക്കൊടുക്കുക. അവിടെ വൈരാജൻ എന്ന് അറിയപ്പെടുന്ന ബ്രഹ്മാവിന് ജ്ഞാനപരിപൂർത്തി, ജ്ഞാനസ്വരൂപത സിദ്ധിച്ചു. ആ വിരാട്ടിന്റെ നാശം കൊണ്ട് അധികാരം മുഴിയണു. അങ്ങനെ ലോകത്തിൽ വസിക്കുന്ന ജ്ഞാനികളോടുകൂടി അവ്യക്തം എന്ന ശബ്ദത്താൽ പറയുന്ന ബ്രഹ്മത്തിലേക്ക് ലയിക്കണു. ഇതിന് ബ്രഹ്മമോക്ഷം. അന്യന്മാരായ ജീവന്മാരജ്ഞന്മാർ സൂക്ഷ്മദേഹരൂപമായ ഉപാധിയുടെ നാശം ഭവിക്കാത്തത് കൊണ്ട് സൂക്ഷ്മം എന്ന ശബ്ദം കൊണ്ട് പറയപ്പെടാൻ യോഗ്യമായ പ്രകൃതിയിലേക്ക് ലയിക്കും. അവർക്ക് വീണ്ടും ഉൽപ്പത്തിയുണ്ട്. അഗ്നിക്ക് പ്രകാശിക്കാൻ എന്ത് വേണം? ഒരു ഉപാധി വേണം, വിറക് വേണം. ആ വിറക് മുഴുവൻ നശിച്ചാലും ജ്വാലാരൂപേണ സ്ഥിതി ചെയ്യണമെന്ന്. സ്വരൂപത്തോടു കൂടിയ നാശമില്ല. ഉപാധിയെ ആശ്രയിച്ചിട്ടുള്ള പ്രകാശം ഉപാധിയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. അതേപോലെ വിരാട് എന്ന് പറയപ്പെടുന്ന ഈ പ്രപഞ്ചം നശിച്ചാൽ അതിനെ ആശ്രയിച്ചിരിക്കുന്ന സകലതും നശിക്കും, ബ്രഹ്മാവും നശിക്കും. എന്നാൽ അതിന് പരിപൂർണമായി നാശം എന്ന് പറയാൻ സാധിക്കില്ല. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. വിറക് തീരെ നശിക്കാതിരിക്കുമ്പോൾ അഗ്നി നശിക്കാതെ പ്രകാശിക്കുന്നത് പോലെ സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധി നശിക്കാത്തത് കൊണ്ട് ജീവന്മാർക്ക് നാശമില്ല. അവർ സ്ഥൂല ശരീരത്തെ വീണ്ടും എടുത്ത് വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും. പല നാമങ്ങളോടുകൂടി ശോഭിക്കുന്ന ജ്ഞാനത്തിന് വിഷയമായതുകൊണ്ട് അതിന് ബ്രഹ്മാണ്ടം, വിരാട്ട് എന്നും ആ ബ്രഹ്മാവിന് വൈരാജപുരുഷൻ എന്ന് പേര്. അപ്പോൾ വിരാട്ട് സമഷ്ടി ശരീരവും വൈരാജൻ സമഷ്ടി
പുരുഷനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. സ്ഥൂലലോക നാശം അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. നമ്മളും ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ ഭഗവാന്റെ പിറന്നാള് അഷ്ടമിരോഹിണി. ആ ദിവസത്തിൽ ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഭഗവത് പാദങ്ങളിൽ വീണ്ടും വീണ്ടും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ
ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.